ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു ഡയറി ഒക്കെ കിട്ടി. ഇപ്പൊക്കെ എവിടുന്നോ കിട്ടിയതാണ്. അപ്പം അതിപ്പോൾ എനിക്ക് കൊണ്ടുപോയി തന്നു. അപ്പം ഇപ്പോൾ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നത്. ഇമ്മ രാവിലെ തന്നെ വിളിച്ച് കണ്ടു പറഞ്ഞിനി ഇന്ന് ഇജ്ജ് ഒന്നും ഉണ്ടാക്കണ്ട, ഞാനിവിടെ പാകിസ്ഥാനി കടലക്കറി പൊറാട്ടി ഉണ്ടാക്കിയണോന്ന്. അപ്പോൾ എനിക്കും കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ലേ ഇനി. ഞാൻ പിന്നെ നേരെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. കാരണം ഞങ്ങൾ തിരിച്ച് സൗദിയിലേക്ക് പോവാണല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിന്. ഇനി ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അധികം സാധനങ്ങളൊന്നുമില്ല, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിവാക്കണോണ്ട് തന്നെ ഫ്രിഡ്ജ് കാലിയായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഉള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാണ്. അതായത് ഈ മേലെ കാണുന്ന പാത്രങ്ങളൊക്കെ ആദ്യം ഞാൻ കേകി വെച്ചതാണ്. ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജ് അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ടാണ് അതിന്റെ മേലാണ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെക്കൽ കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളേ. അപ്പൊ അതിനൊക്കെ പോയതാണ്. ഈ കാണുന്ന പാത്രം കേകി കൗത്തി വെക്കണ ഈ ഒരു സംഭവം വാങ്ങിയിട്ടോ. ഇത് വാങ്ങുമ്പോൾ എപ്പോഴും അടിയിൽ ട്രേ ഉള്ളത് വാങ്ങാൻ നോക്കണം. നമ്മൾ പാത്രം കേകി കൗത്തി വെക്കുമ്പോൾ വെള്ളമൊക്കെ അതിൽ സ്റ്റോർ ആയിക്കോളും. പിന്നെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയപ്പോഴാണ് ഈ വക ഐറ്റംസ് ഒക്കെ കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചത്. ഇത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. ഈ ഷോപ്പിൽ ഈ വക ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാട്ടോ അറിയുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് വറവിടാൻ പറ്റിയൊരു ടൈപ്പ് പാത്രം വാങ്ങി. ഞാനത് സൗദിയിൽ കുറേ നോക്കിയിനി, പക്ഷെ അവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം പോകുമ്പോൾ വാങ്ങാൻ വിചാരിച്ചതേനി. അപ്പൊ അതിവിടെ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി. ഇനി നേരെ പോയത് എൻ്റെ കയ്യിലുള്ള പേഴ്സ് കീറി കീറി അങ്ങെത്തീന്. ഒരാളെ ഇടയിൽ ബാഗിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിന്. അപ്പൊ എന്തായാലും പുതിയൊരു പേഴ്സ് വാങ്ങാന്ന് വിചാരിച്ചു കണ്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇവിടുന്ന് നോക്കിക്കാണ്ട് ഞാനൊരു പേഴ്സ് എടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഇക്കാക്ക് ആർക്കോ ഒരു ചെരുപ്പോ ഷൂസോ എന്തോ വാങ്ങാണ്ടേനി. അപ്പോൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഞാൻ ഇവിടെ കണ്ട ഷൂകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇങ്ങനത്തെ ഒരു ഷൂ ഞാൻ ഇലൂന് സൗദിയിൽ നിന്ന് വാങ്ങിയിനി. അപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെ ഇവിടെയും അവൈലബിൾ ആണ് എന്നുള്ളത് ഇപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. ഇത് ഇവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. അപ്പം ഞാൻ വിചാരിക്കേനി SM സ്ട്രീറ്റിലുള്ളതിനെക്കാട്ടി കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ കല്യാണത്തിന് ഇവിടുന്ന് എടുത്താൽ മതിയേനെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, നെയ്യ്, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യല്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ബിരിയാണി റൈസ് വാങ്ങിട്ടോ. ബിരിയാണി റൈസ് ഞാൻ കോലാണ് വാങ്ങല്. സൗദിയിൽ കിട്ടലില്ല, അവിടെ കൈമ മാത്രമേ കിട്ടലുള്ളൂ. എനിക്ക് ബിരിയാണി കോലോണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് എനിക്കിഷ്ടം. അപ്പോൾ കോല റൈസ് വാങ്ങി. പിന്നെ നേരെ ഫാൻസിയിലേക്ക് പോയി. അവിടുന്ന് ഞാനൊരു ലിപ്സ്റ്റിക് എടുത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് കണ്ട്. മാഴ്സിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്നാണ് അതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അത് നല്ലതാണ്, നല്ല ഷെയ്ഡാണോ എന്നൊക്കെ. കണ്ടപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കണ്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഹിജാബിന് യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് എടുത്ത്, അതാവുമ്പം പിന്നെ കുത്തി ഹിജാബ് കേടരില്ലല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കണ്ട് അതും വാങ്ങിന് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങിയങ്ങാണ്ട് അവിടുന്ന് ഇറങ്ങി. പോണ പോക്കിൽ ഇതാ ഒരു സോഡ കഴിക്കാന്ന് വിചാരിച്ചു കണ്ട് ഈ ഷോപ്പിൽ കയറിയതാണ്. ഇവിടുന്ന് ഇവനെ കണ്ടപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഈ കുട്ടിക്ക് 12 വയസ്സാണ്. ഇവന്റെ ഫ്രീ ടൈമിൽ ഇപ്പനെ സഹായിക്കാൻ വേണ്ടിയാണ് ഓൻ അവിടെ നിൽക്കുന്നത്. ഓൻ്റെ ആ പക്വതുള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. ആ സംസാരിക്കുന്ന വീഡിയോ ഇന്ത്യയിൽ മിസ്സായിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാണ്ടേനി. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ആ മാഴ്സിൻ്റെ ഞാൻ വാങ്ങിയ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിക്. ഇനിയിപ്പോൾ വേറെ ദിവസം കേട്ടോ. ഇതിപ്പോൾ ഏതൊക്കെ ദിവസമാണെന്ന് പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി. ബേക്കറിയിൽ നിന്ന് കുറച്ച് ചിപ്സ്, മിക്സ്ചർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. ഈ ഒരു ബേക്കറിയിൽ ഇനി എന്തെങ്കിലും പൊരിക്കാൻ ബാക്കിയുണ്ടോയെന്ന് ചോദിക്കേണ്ടി വരും. ചേന, ചേമ്പ്, കാവുത്ത്, പൂള അങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. ഒരുവിധം എല്ലാ സാധനങ്ങളെ ചിപ്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകൾ നമ്മളെ സാധനം കഴിച്ചിടുന്നുണ്ട്. വളരെ സന്തോഷം. ഈ സാധനം ഞാൻ യൂട്യൂബിലേക്കാണ് വീഡിയോ എടുക്കണത് എന്ന് അറിഞ്ഞപ്പോൾ ഓരോന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിനി. അലിയാർ ചിപ്സ് എന്നാണ് ഇവരെ പേജിൻ്റെ പേര്. അപ്പോൾ ഈ രാംനാട്ര ഈ ഭാഗത്തുള്ള ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കോളിട്ടോ. ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പം പൊരിച്ച് പാക്കാക്കി വെക്കണതാണ്. എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ജ്വല്ലറിയിലേക്ക് പോയിട്ടോ. ഇലുവിൻ്റെ പാദസരം പൊട്ടിക്കെടുക്കേനി, ചെയിന് പൊട്ടിക്കെടുക്കേനി. അപ്പോൾ പാദസരം ഒന്ന് വിളക്കിച്ചും ചെയ്ത് ചെയിന് പുതിയതാക്കി വാങ്ങുകയും ചെയ്ത്. അപ്പോൾ ഓളെ പഴയ ചെയിന് കൊടുത്ത് പുതിയത് വാങ്ങിയപ്പം പുതിയത് ഇത്തിരി വെയിറ്റ് കുറവേനി. അപ്പം അതുകൊണ്ട് തന്നെ
അതിന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് തരാനുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചൊരു മോതിരം എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു മോതിരം എടുത്തിട്ടോ. ഇതാണ് ആ മോതിരം. അങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും സമയമൊന്നും കിട്ടിയിട്ടില്ല. തിരക്ക് പിടിച്ചു കണ്ട് വരുന്നതിൻ്റെ തലേന്നാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ കിട്ടിയൊരു മോതിരം എടുത്ത് പോരുകയാണേ. അല്ലെങ്കിലും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ഉള്ളതാണ് തലേന്നത്തെ പർച്ചേസും തിരക്കും ഒക്കെ. ഇനിയിപ്പോൾ പോണത് അമിമോൻക്കും ആദിക്കും മദ്രസിലേക്ക് കൊണ്ടുപോകാൻ ഒരു ബാഗ് വേണം. ഇങ്ങനെ സൈഡിലിടുന്ന ടൈപ്പ് ബാഗ് ഉണ്ടല്ലോ, അത് വേണം. അപ്പോൾ അതൊന്ന് വാങ്ങാനായിട്ട് പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. കാരണം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് മെഡിസിൻസ് മൊത്തം കിട്ടിയിട്ടില്ലേനി. അങ്ങനെ ബാക്കിയുള്ളത് വാങ്ങാൻ വേണ്ടി വേറൊരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. പിന്നെയും കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് പോയി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഒപ്പം പോണത്. ഇമ്മൻ്റെ വക സൽക്കാരാണ്. പോണതിൻ്റെ മുന്നേ ഇത്രയും ദിവസം കല്യാണങ്ങളും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഇമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ടേനി. പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രി എന്തായാലും വരണം എന്ന് പറഞ്ഞങ്ങാണ്ട് ഇമ്മ ഇങ്ങോട്ട് വിളിച്ചതാ. പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ കേക്ക് കണ്ടോ, അത് ഇമ്മ അമിമോൻക്ക് ഉണ്ടാക്കിയതാട്ടോ. അമിമോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ പോയി സൗദിയിൽ എത്തിയിട്ടാണ്. പക്ഷെ ഉമ്മ പോണതിൻ്റെ മുന്നേ അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ പോയാൽ ഇനി തരാൻ കഴിയൂലല്ലോ എന്ന് വിചാരിച്ചു കണ്ട്. അത് മാത്രമല്ല ഓനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു ഗിഫ്റ്റും തന്നീനി കേട്ടോ. ഒരു ഫ്രെയിമും ഒരു ഷർട്ട് ഒക്കെ എൻ്റെ കയ്യിൽ തന്നീനി. അത് ഓനെ കാണിക്കാതെ എടുത്ത് വെച്ചോ, ബർത്ത്ഡേൻ്റെ ദിവസം ഇവിടുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞങ്ങാണ്ട് തന്നതാണ്. ഇതൊക്കെയാണ് ഉമ്മൻ്റെ സന്തോഷങ്ങൾ. എല്ലാവർക്കും ഇതേമാതിരി ഹാമ്പറൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റൊക്കെ കൊടുക്കുക, ബർത്ത്ഡേക്ക് കേക്കൊക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഇമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഓല എക്സ്പ്രഷൻ കാണുക, അതാണ് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം. അവ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ കേക്കും പുഡിങ്ങും ഫുഡും ഒക്കെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതാണ് ആലോചിച്ചത്. പിന്നെ ഞാൻ കേക്ക് പാത്രത്തിലാക്കി എടുത്തണേ, കാരണം ഫുഡിൻ്റെ മേലായോണ്ടേക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലേ. ഇനി നാളെ എയർപോർട്ടിൽ പോകുമ്പോൾ കയ്യെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. നെടുമ്പാശ്ശേരി എന്നാണ് പോണത്. അപ്പോൾ ഇത്തിരി ലോങ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.